ഹലോ, നമസ്കാരം മൈത്രേ. നമസ്കാരം. ഞാൻ ഇന്ന് വന്ന് ചോദിച്ചതെന്ന് പറഞ്ഞാല് മൈത്രേനെ എപ്പോഴും ഓരോരുത്തർക്കും ഓരോ ആശയമുണ്ട്. മൈത്രേൻ എപ്പോഴും ഊന്നുന്ന കാര്യം എന്ന് പറയുന്നത് ഡെമോക്രസിയും അവനവന്റെ റൈറ്റ്സ്, സമത്വം, സ്വാതന്ത്ര്യം എന്നുള്ള കാര്യങ്ങളെ കുറിച്ചാണ്. അപ്പം എൻ്റെ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, മനുഷ്യൻ ഇക്വാളിറ്റി എന്ന് പറയുമ്പം നമ്മൾ ഭരണഘടനാപരമായിട്ട് അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ കമ്മ്യൂണിറ്റി ഇന്നും അതിനുവേണ്ടി പല പല സമരങ്ങളും പല പല പ്രക്ഷോഭങ്ങളും ഒക്കെ നടത്തുന്നുണ്ട്. പക്ഷെ എൻ്റെ ഒരു ക്വസ്റ്റ്യൻ അതാണ്, എല്ലാവർക്കും ഒരേപോലെ, അതായത് ഭരണഘടനാപരമായിട്ടുള്ള ഒരു കാര്യങ്ങൾ ചിലപ്പം കുറേ വർഷങ്ങൾ കഴിയുമ്പോൾ ഇതെല്ലാം ആൾക്കാർക്ക് മനസ്സിലാവുമായിരിക്കും. പക്ഷെ എൻ്റെ മനസ്സിലുള്ള ഒരു ക്വസ്റ്റ്യൻ, എല്ലാവർക്കും എല്ലാം തുല്യമായിട്ട് കിട്ടിയാൽ അവിടെ കൊണ്ട് എല്ലാവരും സാറ്റിസ്ഫൈഡ് ആകുമോ എന്നുള്ളതാണ്. കാരണം ഞാൻ വിലയിരുത്തിയതനുസരിച്ച് എല്ലാവർക്കും എപ്പോഴും മറ്റൊരാളെക്കാളും ഒന്ന് മുകളിലാകാനുള്ള ഒരു ടെൻഡൻസി എപ്പോഴും കൂടുതലുണ്ട്. അപ്പം എവിടെങ്കിലും ഞാൻ മറ്റൊരാളെക്കാൾ മുന്നിൽ എത്തണം, അല്ലെങ്കിൽ എല്ലാവർക്കും ഈക്വലായിട്ട് കുറേ സാധനങ്ങൾ കൊടുക്കുമ്പോഴും ഞാൻ ഒരുത്തൻ്റെ തട്ടിപ്പറിക്കുക, അല്ലെങ്കിൽ ഒരു കുറേ പേരിൽ ഏറ്റവും എനിക്ക് ഒരുത്തനെ അറ്റാക്ക് ചെയ്യാൻ പറ്റുന്നു എന്നുള്ള അവനെ അറ്റാക്ക് ചെയ്തിട്ട് അവൻ്റെ കയ്യിലൂടെ പറിക്കാനുള്ള ഒരു ടെൻഡൻസി മനുഷ്യരിലുണ്ട്. എല്ലാവരെക്കാളും ഞാൻ കുറച്ച് ഗമയ്ക്ക് നടക്കുക, അല്ലെങ്കിൽ വെൽത്ത് അക്വയർ ചെയ്യുക, അല്ലെങ്കിൽ കൂടുതൽ പണ്ട് രാജാവ് എന്ന് പറയുന്നത് പോലെ ഇന്ന് രാജാവിനെ പോലെ ആവാൻ എല്ലാവരും ശ്രമിക്കുക, കുറെ കൂടെ കോസ്റ്റ്ലി ആയിട്ടുള്ള സാധനങ്ങൾ ഉപയോഗിക്കുക, ബ്രാൻഡഡ് ആയിട്ടുള്ള ഐറ്റങ്ങൾ ഉപയോഗിക്കുക, എല്ലാം ചെയ്ത് ബാക്കിയുള്ളവരെക്കാളും ഒന്ന് മുന്നിലാകാനുള്ള മനുഷ്യന്റെ ഈ ഒരു ടെൻഡൻസി കിടക്കുന്നിടത്തോളം കാലം ഈ സമത്വം എന്ന് പറയുന്ന ഒരു ആശയം അതിനെന്തെങ്കിലും അത് പൂർണ്ണമാവൂ എന്നാണ് എൻ്റെ ക്വസ്റ്റ്യൻ. ശരിക്കും നമ്മൾ സമത്വം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ഭരണ സംവിധാനത്തിനകത്ത് ആളുകള് നിയമത്തിന്റെ മുമ്പിൽ തുല്യരാണ് എന്നുള്ള അർത്ഥം മാത്രമേ ഉള്ളൂ. അങ്ങനെയാണ് നമ്മളത് മനസ്സിലാക്കേണ്ടത്. നിയമത്തിന്റെ മുമ്പിൽ തുല്യരാണ്. ഇപ്പൊ ഭരണഘടനാപരമായി നമ്മൾ തുല്യരാണ് എന്ന് പറയുമ്പോൾ 20 വയസ്സുള്ള ആളും 40 വയസ്സുള്ള ആളും 60 വയസ്സുള്ള ആളും 80 വയസ്സുള്ള ആളിനും ഒരു ഓട്ടേ ഉള്ളൂ. അപ്പോ അറിവ് കൊണ്ടോ ബലം കൊണ്ടോ ധനം കൊണ്ടോ പദവി കൊണ്ടോ ഒന്നും തന്നെയും അത് കൂടുന്നില്ല. അപ്പോ രാജാവിലെ കോൺസെൻട്രേറ്റ് ചെയ്തിരുന്ന രാഷ്ട്രീയ അധികാരത്തിനെ ഒരാളുടെ വോട്ടാക്കി ഒറ്റ ഒരു വോട്ടാക്കി മാറ്റിയാണ് നമ്മൾ ഈ പറയുന്ന അവകാശങ്ങൾ തുല്യമാണ് എന്ന് പറയുന്നത്. അതൊരു പൗരൻ എന്നുള്ള നിലവാരത്തിൽ തുല്യതയാണ്. ഇതൊന്നും തന്നെയും വ്യത്യാസങ്ങളില്ല എന്നുള്ള പറയുന്നതിനല്ല. ഒരാളെ പോലെ ഒരാൾ ലോകത്തില്ലാത്തത് കൊണ്ട് തന്നെ വ്യത്യാസങ്ങൾ ഇല്ലാത്തതല്ല, വ്യത്യാസങ്ങൾ നിലനിൽക്കെ എങ്ങനെയാണ് നമ്മൾ ഒരു നിയമപരമായി തുല്യരാകുന്നത്. ഇത്രയേ ഉള്ളു നമ്മൾ ഈ തുല്യത കൊണ്ട് പറയുന്ന സ്ഥലം. അതാണായാലും പെണ്ണായാലും പ്രായത്തിനകത്ത് നമ്മളൊരു കട്ട് ഓഫ് ഡേറ്റ് വെക്കുന്നുണ്ട്, പ്രായപൂർത്തിയാകുക എന്ന് പറയും. അത് നമുക്ക് തന്നെ കാണാം, വിഷ്വലി തന്നെ കാണാം. സ്വന്തമായിട്ട് തീരുമാനമെടുക്കാനും സ്വന്തമായിട്ട് വരുമാനം ഉണ്ടാക്കി ജീവിക്കാനും കഴിയുന്ന ഒരാളായി മാറുന്നു എന്ന് പറയുന്നതിനാണ് പ്രായപൂർത്തിയാകുക എന്ന് നമ്മൾ വെക്കുന്നത്. ആ വെക്കുന്നതിന് 16 വയസ്സ് വെക്കാം, 18 വയസ്സ് വെക്കാം, 20 വയസ്സ് വെക്കാം, അങ്ങനെ. അത് പക്ഷെ നിയമപരമായി എന്താണോ നമ്മൾ വെച്ചിരിക്കുന്നത് അന്ന് തൊട്ട് തുല്യരായ പൗരരായി വരുന്നു എന്നുള്ളതാണ് ഈ പറയുന്നത്. അപ്പം തുല്യത അവകാശങ്ങളിലും ഉത്തരവാദിത്തങ്ങളിലുമാണ് തുല്യതയുള്ളത്. അല്ലാതെ വ്യക്തികള് ഒരുപോലെ ആകുന്നു എന്നുള്ള അർത്ഥം ഒരിക്കലും ഇല്ല. അതില്ല, അങ്ങനെ ഒരു കാര്യം ജനാധിപത്യത്തിന്റെ യുക്തിക്കകത്ത് തന്നെ ഇല്ല. ഒരാളെ പോലെ ഒരാളില്ലാത്തവന്, അതൊരു വീട്ടിൽ ഒരാൾ ഉണ്ടെങ്കിൽ 5 പേര് ജനിച്ച 5 പേരും 5 തരത്തിൽ ഇരിക്കും എന്നറിയുന്നത് തന്നെയാണ്. അങ്ങനെ മാത്രമാണ് നമ്മൾ ഈ തുല്യതയെ പറ്റി പറയുന്നത്. അവകാശങ്ങൾ, അപ്പൊ നിങ്ങളൊരു ടിക്കറ്റ് മേടിച്ചാൽ ആ ഒരു സീറ്റ് ഉറപ്പാക്കും എന്ന് പറയുന്നതിടത്താണ് ഈ തുല്യതയുള്ളത്. അത് മാത്രമാണ്. അപ്പം റിസോഴ്സസ് നമുക്ക് എത്രത്തോളം ഉണ്ട് എന്നനുസരിച്ചിട്ടാണ് ഈ തുല്യമായ അവകാശം നമുക്ക് കൊടുക്കാൻ കഴിയുന്നത്. ഇപ്പം ആധുനിക സമൂഹത്തിനകത്ത് നമ്മളിപ്പോ ഒരു അപ്പാർട്ട്മെന്റ് ഉണ്ടാക്കുന്നു, 100 വീടുള്ള, അതിനകത്ത് എല്ലാ സൗകര്യങ്ങളും അതിനകത്ത് വന്ന് മുറിയെടുക്കുന്നവർക്ക് എല്ലാവർക്കും ഒരുപോലെ കിട്ടും. ഇങ്ങനെയാണ് പാരിറ്റി എന്ന് നമ്മൾ പറയുന്ന കാര്യങ്ങൾ അഷർ ചെയ്യപ്പെടുന്നത്. അപ്പോ പണ്ടങ്ങനെ അല്ല. പദവി കൊണ്ട്
ബലം കൊണ്ട് അധികാരം കൊണ്ട് ഒക്കെ വ്യത്യസ്തതകൾ നിലനിർത്തുന്നതിന് വേണ്ടി തന്നെ ഉണ്ടാക്കുന്നതാണ്. പണ്ട് കാലത്ത് ഇപ്പൊ ഒരു ബസ് വരുമ്പോൾ ബസ്സിനകത്ത് വ്യത്യസ്തതകൾ വരുത്താനായിട്ടുള്ള സ്പേസ് ഇല്ലാത്തത് കൊണ്ടാണ് അതിനകത്ത് തുല്യത ഉണ്ടായത്. പക്ഷെ ഒരു ട്രെയിൻ ഉണ്ടാക്കുമ്പോൾ ഫസ്റ്റ് ക്ലാസ്സും സെക്കൻഡ് ക്ലാസ്സും തേർഡ് ക്ലാസ് വരെ ഉണ്ടാക്കിയിരുന്നു എന്നുള്ള കാര്യവും മറന്നുപോട്ട. ഇന്നിപ്പം നമ്മളൊരു പുതിയ ട്രെയിൻ ഉണ്ടാക്കുവാണെങ്കിൽ ആ ട്രെയിനിനകത്ത് എല്ലാവർക്കും പൊതുവെ ഒരുപോലെ ആക്കിയെടുക്കുന്ന നിലവാരത്തിലാണ് പുതിയ ഏറ്റവും ആധുനികമായ ട്രെയിനുകളിനകത്ത് കയറുന്ന ആർക്കും ഒരുപോലത്തെ അനുഭവം ഉണ്ടാക്കുന്ന നിലവാരത്തിലാണ്. പക്ഷെ പ്ലെയിനകത്ത് നമുക്ക് ഇപ്പോഴും നമുക്ക് കാണാൻ പറ്റും എക്സിക്യൂട്ടീവ് ക്ലാസ്സും മറ്റേ ക്ലാസ്സും ഉണ്ടാക്കി അവർ നിലനിർത്താൻ നോക്കുന്നുണ്ട്. അപ്പൊ അത് പഴയ കാലത്തെ ആൾക്കാരുടെ ലോകത്തിന് മാത്രം തുടർന്നു വരുന്ന ഏരിയകളാണ് അതൊക്കെ. പക്ഷെ ഏറ്റവും പുതിയ ഇപ്പൊ ചൈനയിലൊക്കെ നമ്മൾ പോവുകയാണെങ്കിൽ അവിടുത്തെ ഫാസ്റ്റ് ട്രെയിനകത്ത് കയറിയാല് വ്യത്യസ്തതകളുള്ള സംവിധാനം ഇല്ല. ഒറ്റ എല്ലാവർക്കും ഒരുപോലെ സൗകര്യപ്രദമായിട്ടുള്ള സാധനമാണ്. പിന്നെ ആ ട്രെയിനിനകത്ത് യാത്ര ചെയ്യുന്ന ഒരു വ്യത്യസ്തമായ സൗകര്യങ്ങൾ നമ്മൾ പേ ചെയ്താല് ചിലർക്ക് കിട്ടും, ചിലർക്ക് കിട്ടത്തില്ല എന്നുള്ളതല്ല, പേ ചെയ്യാൻ പറ്റുന്നവർക്ക് കിട്ടും. അപ്പൊ അതിനകത്തും ധനം ഉള്ളവരും മറ്റേതങ്ങനല്ലായിരുന്നു. നിങ്ങൾക്ക് ധനം ഉണ്ടായാലും വാങ്ങാൻ പറ്റത്തില്ല. ആ തരത്തിലുള്ള ജെൻഡർ കൊണ്ടും ക്ലാസിന്റെ ഇത് കൊണ്ടും നമുക്ക് ഈ വ്യത്യാസങ്ങൾ നിലനിൽക്കുമായിരുന്നു. ധനം ഉണ്ടായാലും നിങ്ങൾക്കത് വാങ്ങാൻ അവകാശമില്ലായിരുന്നു. ഇതൊക്കെയാണ് മാറ്റിയിട്ടുള്ളത്. ഇത്ര വരെ ഇപ്പൊ മനുഷ്യർക്ക് കഴിഞ്ഞിട്ടുള്ളൂ. അത് നമ്മൾ അങ്ങനെ മനസ്സിലാക്കിയാൽ മതി. അല്ലാതെ നമ്മൾ ഭരണഘടന ഡിക്ലെയർ ചെയ്യുന്ന വഴി നമ്മളെല്ലാവരും തുല്യരാണെന്ന് പറയുന്ന ഒരു ദിവസം കൊണ്ട് നമ്മളെല്ലാവരും പൗരബോധമുള്ളവരായി മാറി കാട്ടിക്കഴിയുന്ന ആദിവാസികൾ തൊട്ട് മെട്രോപൊളിറ്റൻ നഗരങ്ങളിൽ വരെ കഴിയുന്ന എല്ലാവരും ഒരു ദിവസം കൊണ്ട് പൗരബോധമുള്ളവരായി മാറിപ്പോകുമെന്ന് തെറ്റിദ്ധരിക്കരുത്. അതുകൊണ്ടാണ് അതിന് കാലമെടുത്ത് മാറുന്ന കാര്യങ്ങളാണ് അതൊക്കെ. പക്ഷെ അവകാശങ്ങൾ എഴുതി വെക്കപ്പെട്ട് രേഖപ്പെടുത്തി വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർ വളർന്ന് അതിന്റെ അവകാശമുള്ളവരായി മാറാൻ അവർക്ക് കഴിയും എന്നുള്ളതാണ് ജനാധിപത്യത്തിനകത്തുള്ളത്. മറ്റേത് ഒരിക്കലും അവകാശം ഉണ്ടായാലും നമുക്ക് കഴിവുണ്ടായാലും അവകാശങ്ങൾ കിട്ടത്തില്ലായിരുന്നു. ഇതാണ് ഭരണഘടനാപരമായി ഒരുക്കിയിരിക്കുന്ന അത്രയാണ്. അപ്പം അതുകൊണ്ട് അതേ സമയത്ത് ഇപ്പം നിങ്ങൾ പറയുന്ന നമ്മൾ ഒരാളെ മറ്റേ ആളെ തോൽപ്പിച്ച് മുന്നേറണം എന്ന് പറയുന്നത് നമുക്ക് ഇൻഹറന്റ് ആയി നമ്മുടെ ജനന കൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ ഉണ്ടാകുന്നു എന്ന് പറയുന്നത് സത്യസന്ധമായി അല്ല. കുട്ടിക്കാലം തൊട്ട് ക്ലാസ് റൂമിനകത്ത് കോമ്പറ്റീറ്റീവായി വളർത്തുന്ന ക്ലാസ് റൂമിൽ പഠിപ്പിച്ചുണ്ടാക്കുന്ന ഒരു കാര്യമാണത്. നമ്മള് കുട്ടിക്കാലം തൊട്ട് പങ്കുവെക്കാൻ പഠിപ്പിക്കുന്ന ക്ലാസ് റൂംസ് ആണ് ഉണ്ടാക്കുന്നതെങ്കിൽ അങ്ങനെയല്ല ഉണ്ടാകും. അത് നമുക്ക് ഒരു വിസിബിൾ എക്സ്പെരിമെന്റ് എന്നുള്ള നിലവാരത്തിൽ ചെയ്തതല്ല. ആഫ്രിക്കയിലെ ചെന്ന ഒരു ട്രൈബിനകത്തെ കുട്ടികളെ എല്ലാം കൂടെ നിർത്തിയിട്ട് ഈ യൂറോപ്പിൽ നിന്ന് പോയവരാണ്. അവർ പറഞ്ഞ നിങ്ങൾ ആ കാണുന്ന മരത്തേല തൊട്ടിട്ട് വരുന്നവര്. അപ്പൊ അവർ ഓടാൻ വെറുതെ ഒരു കോമ്പറ്റീഷൻ പോലെ ചുമ്മാതെ കുട്ടികളെ എന്റർടൈൻ ചെയ്യാൻ വേണ്ടി ചെയ്തതാ. മരം തൊട്ടിട്ട് ഓടി വരുന്നവർക്ക് പ്രൈസ് ഉണ്ട് എന്ന് പറഞ്ഞ് മുട്ടായി കൊടുക്കും. അപ്പൊ ഈ കുട്ടികൾ ഓടിയപ്പോ അതിൽ രണ്ടുപേരും ഉരുണ്ട് വീണ്. അപ്പൊ മുമ്പോട്ട് പോയവർ ഓടി വന്ന് തിരിച്ചു വന്ന് ഈ കുട്ടികളെ എടുത്തോണ്ട് പോയിട്ട് മരത്തെ തൊട്ടിട്ട് അവരെല്ലാരും കൂടെ ഒന്നിച്ചാ തിരിച്ചു വരുന്നത്. ഇത് അവരത് ചെയ്യുന്ന അവരറിഞ്ഞിട്ട് ചെയ്യുന്ന ഒന്നുമല്ല. അവരുടെ കൂടെയുള്ള ആള് തറയെ വീണിട്ട് മുട്ടായി കിട്ടാതെ വരണമെന്ന് മാത്രമേ അവരാലോചിച്ചുള്ളൂ. അപ്പൊ കുട്ടിക്കാലത്ത് അവരെ ഇങ്ങനെ പരിശീലിപ്പിച്ച് ജയിക്കാൻ പഠിപ്പിക്കുന്നില്ല, ഒന്നിച്ച് പ്രവർത്തിക്കാനാണ് പഠിപ്പിക്കുന്നത്. അപ്പൊ കൂടെ ഉള്ളവരെ സംരക്ഷിക്കേണ്ട ആവശ്യമുണ്ടെന്ന് ഒരു ഗോത്രത്തിൽ സ്വാഭാവികമായ മൂല്യബോധമാണ്. ഇതാണ് നമ്മള് ഈ തട്ട് സമൂഹം എന്ന് പറഞ്ഞാൽ ഹെറാർക്കിക്കലായ സമൂഹം ഉൽപ്പാദിപ്പിച്ച് അതിന്റെ വാല്യൂസ് പഠിപ്പിച്ച് ഗ്രേഡഡ് ആയ ബോധരൂപീകരണം നടത്തി നമ്മൾ ഹെറാർക്കിക്കൽ സിസ്റ്റത്തിന്റെ അകത്ത് എത്തിച്ച് ചേർത്ത് കഴിഞ്ഞ ഒരു 10,000 വർഷത്തിന് തൊട്ട് ഒരു 5,000 വർഷത്തിനകത്ത് എസ്റ്റാബ്ലിഷ് ചെയ്തെടുത്തിരിക്കുന്ന ഒരു സിസ്റ്റമാണ് നിങ്ങൾ പറയുന്നത് മനുഷ്യർക്ക് സ്വാഭാവികമായിട്ടുണ്ട് എന്ന് പറയുന്ന സാധനം. അത് മതവിശ്വാസം സാധാരണ ഒരു കുഞ്ഞ് ഒരിക്കലും ഞാനൊരു ഏതെങ്കിലും ഒരു മതത്തിൽ വിശ്വസിക്കുന്നു അല്ലെങ്കിൽ ഏതെങ്കിലും ദൈവത്തിൽ വിശ്വസിക്കുന്നു എന്നൊന്നും കുട്ടിയായിട്ട് ജനിച്ചാൽ ഉണ്ടാകത്തില്ല. അത് പഠിപ്പിച്ചുണ്ടാക്കിയേ പറ്റൂ.
അതിനുശേഷം മതവിശ്വാസം സ്വാഭാവികമാണെന്ന് തോന്നുന്ന നിലവാരത്തിൽ ആൾക്കാർ പെരുമാറുന്നത് കാണുന്നത് കണ്ടിട്ട് അത് അങ്ങനെയാണെന്ന് വിചാരിക്കരുത്. ലേൺഡ് ബിഹേവിയറിന്റെ ലോകമുണ്ട്. അത് ഹെയറാർക്കിക്കലായിട്ടുള്ള മൂല്യബോധമുള്ള സമൂഹത്തിനകത്ത് ആ നിലവാരത്തിൽ പഠിപ്പിച്ചിട്ടാണ് കുട്ടികളെ എല്ലാം അങ്ങനെ ആക്കുന്നത്. നമ്മൾ കുട്ടികളുടെ ഓടിച്ചാടി നടക്കുന്നവർ മാത്രമാണ്. അവരൊരിക്കലും ക്ലാസ് റൂമിൽ അടങ്ങി ഒതുങ്ങി ഇരിക്കുന്നവരല്ല. അടങ്ങി ഒതുക്കി ഇരുത്തി കഴിഞ്ഞാൽ പഠിപ്പിച്ചൊരു 15 വർഷം കഴിഞ്ഞ് നമ്മൾ ക്ലാസ് റൂമിനകത്തുനിന്ന് പുറത്തിറങ്ങി കഴിഞ്ഞാൽ വിസിലടിച്ചാൽ അവർ ഓടി വന്ന് നിൽക്കും, കസേരയിൽ ഇരിക്കാൻ പറഞ്ഞ ഇരിക്കും, പറയുന്നതെല്ലാം ചെയ്യും. ഇത് കണ്ടിട്ട് അതെല്ലാം അവരുടെ സ്വഭാവമാണെന്ന് തെറ്റിദ്ധരിക്കരുത്. അപ്പൊ അത് പരിശീലനം കൊണ്ട് ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന വ്യത്യാസങ്ങളാണ്. വർഷങ്ങളായിട്ട് നമ്മൾ പരിശീലിപ്പിച്ച് നമ്മൾ വായിക്കുന്ന കഥയ്ക്കകത്തും കവിതയ്ക്കകത്തും എല്ലാം ഇത് പഠിപ്പിച്ചിട്ടാണ് നമ്മളെ കൊണ്ട് ഹെറാർക്കിക്കലായിട്ട് പഠിപ്പിച്ച് ഉണ്ടാക്കിയതാണ് ആ സാധനം. മറ്റേതങ്ങനല്ല. സംഘബോധമാണ് നമുക്കുണ്ടാകുന്നത്. ഒരു ഗ്രൂപ്പ് ആനിമൽ എന്ന് പറയുന്നത്, അതിനകത്ത് ബലമുള്ള ആള് ബലമില്ലാത്ത ആളിനെ ഉപദ്രവിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടാവും. പക്ഷെ അതിനേക്കാളും ബലമുള്ള ആൾ ഉടനെ തന്നെ ഇടപെടുന്നുണ്ടാവും. ഒന്നിച്ച് നിൽക്കണമെന്ന് പറയുന്ന സ്ഥലം ഉണ്ടാവും. അവരൊരു ഗ്രൂപ്പ് ആയിട്ട് അതിനകത്ത് നമ്മൾ ഈ പറയുന്ന ഹെയറാർക്കി അനുഭവിക്കുമ്പോഴും ആ ഹെയറാർക്കി പരമാവധി കുറച്ചൊരു ഗ്രൂപ്പിന്റെ ബോധത്തിനകത്ത് നിൽക്കുന്നതിനാണ് നമ്മൾ ഈ ആനിമൽസ് മുഴുവൻ നമ്മൾ നോക്കിയാൽ മതി. ഒരാൾക്ക് കൊടുക്കാതിരിക്കുക എന്നുള്ളതല്ല, എനിക്ക് എടുക്കാം. നമ്മളിപ്പോ ഒരു കൂട്ടം സിംഹം ചേർന്ന് ഒരു മൃഗത്തിനെ പിടിക്കുമ്പോൾ ആ പിടിച്ചാല് കൂട്ടത്തിൽ ബലമുള്ളവർ ആദ്യം തിന്നുക തന്നെ ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് കാണാൻ പറ്റും. പക്ഷെ മറ്റുള്ളവർ തിന്നാതെ ആക്കുക എന്ന് പറയുന്ന ഒരു സാധനമില്ല. അവരും തിന്നുന്നുണ്ടാവും, രണ്ടാമത് തിന്നുന്നുണ്ടാവും. അങ്ങനെ തിന്നുന്നവരായിട്ട് നിൽക്കുന്നതാണ്. അപ്പം ബലം നിർണയിച്ചിരുന്ന സ്ഥലങ്ങള് ജീവികളുടെ ഇടയിൽ നിലനിൽക്കുന്നത് പോലെ തന്നെ മനുഷ്യരുടെ ഇടയിലും നിലനിൽക്കാം എന്ന് നമുക്ക് കാണാൻ പറ്റും. പക്ഷെ അതല്ല നമ്മൾക്ക് ഏറ്റവും ബലമുണ്ടായിരുന്ന സംഘബോധത്തിനകത്ത്, സംഘത്തിന്റെ എന്ന് പറഞ്ഞാൽ വ്യത്യസ്തമായ കഴിവുകളുടെ കൂട്ടായ്മയായിട്ടാണ് ഒരു ഗോത്രമൊക്കെ നിന്നിരുന്നത്. ഇപ്പൊ ഒരാൾക്ക് മരത്തെ കയറി മാങ്ങ പറിക്കാൻ കഴിയുമ്പോൾ വേറൊരാൾക്ക് അമ്പ ചെയ്യുന്നതിനകത്തായിരിക്കും ഉന്നം ഉണ്ടാകുന്നത്. അത് ബലം കൊണ്ടുണ്ടാകുന്നതല്ല. സ്കില്ലുകൾ ലോകത്തുണ്ടായതോടെ ബലം നിർണയിക്കുന്ന സ്ഥലം പോയി. ഇന്ന് തന്നെ നമുക്ക് നോക്കിയാൽ മതി, ഏറ്റവും ബലം കുറഞ്ഞ ഒരാൾക്ക് പോലും ഒരു പ്ലെയിൻ ഓടിക്കാൻ പറ്റും, ഒരു കാർ ഓടിക്കാൻ പറ്റും. അപ്പം ബലം നിർണയിച്ചിരുന്ന ഒരു കാലം മനുഷ്യർക്ക് ഉണ്ടായിരുന്ന സ്ഥലത്തു നിന്ന് സ്കില്ലിലേക്ക് ലോകം മാറിയത് കൊണ്ടാണ് ഇന്നിപ്പോ സ്ത്രീകൾക്ക് പ്ലെയിൻ ഓടിക്കുന്നതിനോ ട്രെയിൻ ഓടിക്കുന്നതിനോ ഒന്നും പ്രശ്നമില്ലാതായി മാറുന്നത്. അപ്പൊ സാങ്കേതിക വിദ്യയുടെ വികാസം തന്നെയും സ്കില്ലിലേക്കാണ് മാറിയത്. അതോടെയാണ് നമ്മൾക്ക് പ്രാഥമികമായ ബലത്തിൻ്റെതായ യുക്തികളിലെ തുടരേണ്ട ആവശ്യമില്ലാതെ വന്നത്. സ്കില്ലിലേക്ക് എല്ലാവർക്കും അവരുടെ സ്കില്ലുള്ള ആർക്കും അപ്പൊ പഠിക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത് വ്യത്യസ്തമായ കാര്യങ്ങളിലകത്ത് താല്പര്യമുള്ളവർക്ക് വ്യത്യാസങ്ങളുണ്ടാകും. വ്യത്യാസങ്ങളില്ല എന്നുള്ള അർത്ഥം വീണ്ടും ഇല്ല.